എപ്പോഴും പറഞ്ഞു. ആ കീരിവാസുവേട്ടനാന്ന് തോന്നുന്നു മോള് അമലേശിയുടെ അമ്മയെ പോലെ ഇരിക്കുകയെന്ന്. സത്യം പറയാലോ, എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പ്രസവ സമയത്ത് വേദന സഹിക്കാതായപ്പോ അമ്മയെന്ന് ഞാൻ ഉറക്കെ നിലവിളിച്ചു. അപ്പോ എന്റെ മുന്നിലേക്ക് ഓടിയെത്തിയത്, മനസ്സിലെത്തിയത് മഹേഷേട്ടന്റെ അമ്മയല്ല, അമലേച്ചിയുടെ അമ്മ തന്നെയാ. ഉറപ്പായിട്ടും ആ നേരത്ത് അമ്മയെ കാണുമെന്ന്, അമ്മ അരികിലുണ്ടായിരുന്നെങ്കിലെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അതുകൊണ്ടായിരിക്കും പ്രസവം കഴിഞ്ഞപ്പോ കുഞ്ഞിന് അമ്മയുമായി സാമ്യം ഉണ്ടായത്. അവളിൽ ഞാൻ അമ്മയെ കണ്ടത്. നടന്നു, എല്ലായിടം ഓടി നടന്നു, എല്ലാവരുടെ മുന്നിലും ചെന്ന് യാചിച്ചു, മോളെ ഒന്ന് കാണിക്കാൻ വേണ്ടി. കഴിഞ്ഞില്ല, അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല അമ്മയ്ക്ക്. അവസാനം ഉണ്ടായപ്പോഴും എന്റെ കുഞ്ഞ് ഈ അവസ്ഥയിലുമായി. സഹിക്കാൻ പറ്റുന്നില്ല മോളെ. മോളെ ഈ തളർച്ച എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പ്രസവശേഷം ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഓർമ്മയിലേക്ക് വന്നപ്പോ ചലിക്കാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. മഹേഷേട്ടൻ വന്നപ്പോ തിരക്കിയിരുന്നു കാര്യങ്ങളൊക്കെ. എങ്കിലും അരുണേട്ടനെ അമലേച്ചി അച്ഛനെയൊക്കെ കാണാൻ കൊതിയാവുന്നു. അവർക്ക് സുഖാണോ അമ്മേ? സുഖം. അമ്മയൊഴിച്ച് എല്ലാവർക്കും. അമലേച്ചിയുടെ അമ്മയ്ക്ക് എന്തു പറ്റി? മോളെ കാണാതായത് മുതല് കുടുംബത്തെയോ കുടുംബത്തിലുള്ളവരെയോ കാര്യമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മോള് മാത്രമായിരുന്നു മനസ്സിൽ. മോളെക്കുറിച്ച് ഏതു നേരം ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇടയ്ക്ക് ദുസ്വപ്നങ്ങൾ കാണും, പിന്നെ ഉറക്കം ഉണ്ടാവില്ല. പിന്നെ കുറെ ദിവസത്തേക്ക് ആരോടും ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല. മോളെ മാത്രം ഹൃദയത്തിലേറ്റിക്കൊണ്ട് നടന്നപ്പോ, മറ്റുള്ളവരുടെ മുഖം മറന്നപ്പോ അമ്മ ഒറ്റപ്പെട്ടു പോയി. അമ്മയെ സ്വാർത്ഥയെന്ന് എല്ലാവരും മുദ്ര കുത്തി. പക്ഷെ ഉള്ളു കിടന്ന് പെടയായിരുന്നു. എന്റെ മോളെ ഒരു നോക്ക് കാണാൻ, നിനക്ക് ജനിച്ച കുഞ്ഞിനെ കോരിയെടുത്ത് നെഞ്ചോട് ചേർക്കാൻ.